പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ മക്കളെ, ഇന്ന് ഏപ്രിൽ 14 തിങ്കളാഴ്ച പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ഇന്നത്തെ ദിവസം ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന വിഷയങ്ങൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവ് തൻ്റെ നീല മേലങ്കിയാൽ നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തെ കർത്താവ് സാധൂകരിക്കുകയും അതിനെ പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളിങ്ങനത്തെ യാത്രകൾ, ജോലികൾ,
ജോലി ഇല്ലാത്ത അവസ്ഥകൾ, ജോലി തേടിയുള്ള പുറപ്പാടുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ പരിശുദ്ധ ദൈവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മ, നിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ, നിങ്ങൾ പേവാക്കുകളും പൊട്ടുവാക്കുകളും ദൈവത്തിന് നിരക്കാത്ത ഒരു വർത്തമാനവും പറയരുത്. കാര്യം നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത്. കാര്യം ഒരു പരീക്ഷയെക്കാളും വിജയത്തെക്കാളും വലുതാണ് എൻ്റെ ദൈവം. കാര്യം ദൈവമാണ്. ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയാണ് എന്നതാണ് വിഷയം. ഇപ്പോൾ പരീക്ഷയ്ക്ക് 2 മാർക്ക് 1 മാർക്ക് കുറഞ്ഞു പോയാലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-ന് 9 കൂടിയ പോലെയാണ് ഇരിക്കണത്. അപ്പം അത് നീ ഉറപ്പ് വരുത്തിയാൽ മതി. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നിൻ്റെ ജോലികളെ ആശീർവദിക്കട്ടെ. നിൻ്റെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീയുടെ ഉദ്യമങ്ങൾ, നീ ചെയ്യുന്ന വർക്കുകൾ, നിനക്ക് പണം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പണം ചെയ്ത ജോലിയുടെ പണം കിട്ടാത്തവരുണ്ട്, കൊടുത്ത പണം ജോലിക്ക് വേണ്ടി കൊടുത്ത പണം കിട്ടാത്തവരുണ്ട്, പലതരത്തിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ വിഷമിക്കുന്നവരുണ്ട്, ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അകമ്പടി വന്ന് നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളാണ്, പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിനെ പലതരത്തിലുള്ള തകരാറുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ട് വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം കർത്താവ് നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരത്താൽ നിൻ്റെ ഗർഭം നിറഞ്ഞ വയറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ രോഗപീഠകളെ, നിൻ്റെ ഗർഭസ്ഥിൻ്റെ രോഗപീഠകളെ കർത്താവ് ഈ നിമിഷം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തട്ടെ. ദൈവത്തിലെ നിൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ജോലികൾ, യാത്രകൾ, യാത്രയുടെ ലക്ഷ്യങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടുകയും സഫലമാക്കുകയും ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire of fingers, soak with the precious blood. Lord, infuse Your Spirit. Lord, infuse Your Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി പ്രസംഗിച്ചായിരുന്നു. എനിക്കെങ്ങനെ ഇടയ്ക്ക് സംഭവിക്കൂ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ ഉദ്ദേശിച്ചാകാതെ വേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവുണ്ട്, അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറയും. അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്ന് വെച്ചാൽ അമ്മയുടെ മുഖ്യ വികാരം തിടുക്കമാണെന്നുള്ളതാണ്. തിടുക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ സാധ്യതകളില്ലേ, അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ആദ്യമേ മംഗളവാർത്തയുടെ മെയിൻ സംഭവം, മംഗളവാർത്തയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സാധ്യതയാണ്. ലൂക്ക 1:31. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതായത് അവൻ വലിയവനായിരിക്കും സംഭവില്ലേ, അതാണ് പൊട്ടൻസി എന്ന് പറയുന്നത്, കർത്താവിൻ്റെ സാധ്യത. അപ്പോൾ മറിയത്തിൻ്റെ മനസ്സിൽ ഈ സംഭവം കിടക്കുന്നുണ്ട്. യേശുവിൽ ദൈവം കൽപ്പിച്ച് നൽകിയ ദൈവത്തിനടുത്ത ഒരു വലിമയുണ്ട്. അമ്മ അതെല്ലാം ആ വലിയ ദൈവത്തെ ഉദരത്തിൽ ആവഹിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു തണുത്ത പ്രതീകമല്ല, മറിച്ച് ഒരു സ്പീഡാണ് എല്ലാത്തിനും, ഒരു ധൃതി. അപ്പം അത് എലിസബത്തിൻ്റെ വീട്ടിലൊക്കെ ആ തിടുക്കം കാണിക്കുന്നുണ്ട്. ഈ തിടുക്കം എലിസബത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, അമ്മയുടെ ലൈഫ് നോക്കിയാൽ മൊത്തം തിടുക്കമാണ്. ഒരു കാര്യം സ്ലോ ആയിട്ട് അമ്മ ചെയ്തിട്ടില്ല. ഇപ്പം കാനായിലെ കല്യാണ വീട്ടിൽ വന്നില്ലേ, അവിടെ ഈ തിടുക്കമുണ്ട്. ശരിക്കും ഒരു വാട്ടർ മാർക്ക് പോലെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തൊരു ജലരേഖ കാണത്തില്ലേ, ജലമുദ്ര. അതുപോലെ അമ്മയുടെ സ്വഭാവത്തിലുള്ള ഈ തിടുക്കം എന്ന് പറയുന്നത് ഈശോ വലിയവനാണ് ഗർഭം ധരിച്ചിരിക്കണമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് തൻ്റെ പൊട്ടൻസിയും അറിയാം. എന്താണ് വലിയവൻ്റെ അമ്മയാണ് താനെന്നുള്ളതിനെക്കുറിച്ചും അറിയാം.
അതുകൊണ്ടാണ് കാനായിലെ കല്യാണം എന്ന് പറഞ്ഞ ഒരു ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസാണ്. വളരെ നമ്മൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമഡി ആയിട്ട് പോലും തോന്നാൻ സാധ്യതയുള്ള ഒരു ലീസ്റ്റ് സർക്കംസ്റ്റൻസ് ഒരു കല്യാണമാണ്. അവിടെ സ്വാഭാവികമായിട്ട് ചില വീടുകളിൽ സംഭവിക്കുന്ന പോലെ വിഭവശോഷണം സംഭവിച്ചു. ഇല്ല, വിഭവം ഇല്ല, വീഞ്ഞു തീർന്നു പോയി. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് യേശുവിനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്മയുടെ തിടുക്കം. അമ്മ സൂപ്പറാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ അമ്മയുടെ എന്ത് തിടുക്കം നോക്കി, അവിടെ പാസ്റ്റർ യേശുവിനെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ. പക്ഷേ അമ്മയുടെ ഉള്ളിൽ എവിടെയും, അവിടെ മാത്രമല്ല എവിടെയും ഒരു തരം കിട്ടിയ ഒരു പഴുത് കിട്ടിയാൽ യേശുവിനെ അപ്ലൈ ചെയ്യണമെന്ന് ഉള്ള ത്വരയുള്ള ആളാണ്. എന്നാലും ഞാൻ സെമിനാരി പഠിക്കണ വരുമ്പോഴേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കമ്മിങ് ആലപ്പുഴ സെമിനാരി വരുമ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരു ഭൂമി കൈവലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം അതിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് റെജീന മിഷനോരും പ്രേ ഫോറസ്. അപ്പം അതൊക്കെ അന്ന് എനിക്ക് ഇംഗ്ലീഷ് പോലും നല്ലോണം അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഇത് ലാറ്റിനാണ്. അപ്പം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അവിടെ എന്താ എൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞ് റെജീന മിഷനോരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ഓഫ് റെജീന മീൻസ് ക്വീൻ, ലത്തീനാണ്. ക്വീൻ ഓഫ് മിഷൻസ്, അതായത് പ്രേക്ഷിത റാണി. ക്വീൻ ഓഫ് മിഷൻസ് പ്രേ ഫോറസ് ഓരാ നോബിസ്, അതായത് പ്രേ ഫോറസ്. അപ്പോൾ മിഷൻ, അമ്മ ഒരു മിഷൻ്റെ രാജ്ഞിയാണ്. ആ മിഷൻ ഒരു രാജകീയമായ ഒരു മിഷൻ രൂപമാണ്. എന്താണ്? ക്രിസ്തുവിന് ഒരല്പം ഒരു പഴുത് കിട്ടിയാൽ ക്രിസ്തുവിന് കൈമാറും. ചില സുവിശേഷ സാക്ഷികളെ കണ്ടിട്ടില്ലേ, ഇത്തിരി പഴുത് കിട്ടിയ യേശുവിനെ അവരതിൻ്റെ അകത്ത് കടത്തും. നമുക്ക് വലിയ പഴുത് കിട്ടിയാലും നമ്മൾ യേശുവിനെക്കുറിച്ച് പറയത്തില്ല. അവരെന്ത് വിചാരിക്കും, അവരുടെ മതത്തെ നമ്മൾ മാനിക്കേണ്ടതെന്ന് വിചാരിക്കും. നിങ്ങൾ മാനിച്ചോ, പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് എന്താണ് ആ തടസ്സമായി വരണത്? എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിനെ മാനിക്കാൻ പറ്റും. അവരാണ് നമ്മൾ മിഷണറി എന്ന് പറയണത്. കാനായിൽ അവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. അവിടെ ക്രിസ്തുവിനെ നിങ്ങൾ പോയി വായ്പ വാങ്ങിക്കൂ, നിങ്ങൾ പോയി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കടം മേടിക്കൂ, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കൂ എന്ന് പറയുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് ആ ഒരു കുഞ്ഞു പഴുതിൻ്റെ അകത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ്, കാരണം അവൻ വലിയവനായിരിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ വലിയവനെ ഗർഭം ധരിച്ച അമ്മയ്ക്കും ആ ഒരു താൻ അമ്മയുടെ ആ വലിയവൻ്റെ അമ്മയാണെന്നുള്ള ബോധമുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു അപ്രസക്തമായിട്ടുള്ള ഒരു പഴുത് കിട്ടിയപ്പോഴും അവിടെ കൊണ്ട് ക്രിസ്തുവിനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്ക് തിടുക്കമുണ്ട്. ഈ തിടുക്കമാണ് നമ്മളിങ്ങനെ കുരിശിൻ്റെ വഴിയും നടത്തി ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞിയും കുടിച്ച് മാങ്ങാച്ചാറും തിന്ന് ചെറുപയറും കഴിച്ച് അതിന് വലിയ കാര്യങ്ങൾ ചെയ്ത പോലെ പോകരുത്. യു മസ്റ്റ് ബി എ മിഷണറി. കർത്താവിനെ കൈമാറാൻ കഴിയണം. ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൈമാറുന്നവരായിട്ട് മാറണം. ആരെയും മതം മാറ്റാനല്ല, മറിച്ച് ക്രിസ്തു നേടിയെടുത്ത രക്ഷ അവർക്കുള്ള അവകാശം അവർക്കും ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇത്തിരി പഴുത് കിട്ടിയാൽ അവിടെ ക്രിസ്തുവിനെ പ്രയോഗിക്കുവാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കണം. അതാണ് അതിനുള്ള തിടുക്കം കാണിക്കാൻ ഈ വിശുദ്ധ വാരത്തിൽ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.